തീർച്ചയായും വിഷ്ണു, വലിയ ആവേശമാണ് കോഴിക്കോട് കണ്ടത്. എന്താണ് കറുകപ്പള്ളിയുടെ വിശേഷങ്ങൾ? ഇതേ സമാനമായ സാഹചര്യം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ്, ആളുകളൊക്കെ വലിയ ത്രില്ലിലായിരിക്കും അല്ലേ? കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ പുതിയ ലോകകപ്പിനുള്ള കാത്തിരിപ്പ് അതിലേക്ക് കടന്നിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനമൊക്കെ നമ്മൾ കണ്ടതാണ്. കറുകപ്പള്ളി കൂട്ടായ്മ വലിയ ആവേശത്തിലാണ്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? 3-0 ബമ്പം കളിയായിരിക്കും. സൂപ്പർ. ഇവിടെ നമ്മുടെ അർജന്റീന ജയിക്കുമെന്ന് പറയുമ്പോൾ അർജന്റീന തോൽവി കാണാൻ വന്നിരിക്കുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. അർജന്റീന തോൽക്കും, ഉറപ്പാണ് തോക്കും. ബ്രസീൽ ആരാധകനാണോ? പോർച്ചുഗൽ ആരാധകൻ. എത്ര ഗോളിന് അർജന്റീന ജയിക്കും? 3-0 പൊട്ടും അർജന്റീന. ഇവിടെ മുഴുവൻ അർജന്റീന വിരുദ്ധന്മാരാണെന്നാ തോന്നുന്നു. ഫുൾ അർജന്റീന തോക്കുന്നതാണ് പ്രതീക്ഷ. അർജന്റീന ജയിക്കില്ലേ? ഉറപ്പായിട്ട് ജയിക്കില്ലേ? എത്ര ഗോൾ? ഒരു 4-5. 4-0 ആണ് അർജന്റീന 4-0 ഇത്തവണ അൾജീരിയയെ പരാജയപ്പെടുത്തും എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ അർജന്റീന തോൽക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താണ് പ്രതീക്ഷ? അർജന്റീന ജയിക്കും. അതന്നെ. മെസ്സി. എത്ര ഗോള് ആണ് പ്രതീക്ഷിക്കുന്നത്? കളയിന്റെ പറഞ്ഞ പോരാ. അവിടെ ചോദിച്ചു. ഞാൻ പോർച്ചുഗൽ ഫാനാ. എന്തായാലും തോക്കുന്നതായിരിക്കുമല്ലോ. അത് പ്രതീക്ഷ ഉപയോഗിച്ചിരിക്കണ രാവിലെ. അട്ടിമറികൾ പ്രതീക്ഷിച്ച് വന്ന കുറെ പേരുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്പെയിന്റെ മത്സരം കണ്ടതാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ അത്തരത്തിൽ കുറെ മത്സരങ്ങളൊക്കെ ഈ കുഞ്ഞൻ ടീമുകൾ വലിയ പ്രകടനം പുറത്തിറക്കുന്ന കണ്ടതാണ്. ആ ഒരു പ്രതീക്ഷയിൽ അർജന്റീന തോൽക്കും എന്ന് പറഞ്ഞെത്തിയിട്ടുള്ള പോർച്ചുഗൽ ആരാധകരും ബ്രസീൽ ആരാധകരൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ സ്വാഭാവികമായി നിരാശയോടെ മടങ്ങേണ്ടി വരും. മെസ്സിയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. ഉറപ്പായും ഒരു 3-0 വിജയമെങ്കിലും ഇത്തവണ അർജന്റീന പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോകുൽ, കറുകപ്പള്ളിയിലെ ആവേശമാണ്. അങ്ങനെ മെസ്സി അർജന്റീന ആരാധകരും ഒപ്പം അർജന്റീന തോൽക്കണമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരുണ്ട്. ആരാധകർ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ കോഴിക്കോട്ടെ ബ്രസീൽ ചേട്ടൻ പറഞ്ഞത്, ബ്രസീലിന്റെ ആരാധകൻ പറഞ്ഞത് 2-1 അർജന്റീന ജയിക്കട്ടെ, ഞാൻ ബ്രസീൽ ആരാധകനാണെന്നാണ് പറഞ്ഞത്. വിഷ്ണുവിന്റെ വാക്കിലും ഉണ്ടായിരുന്നു. ഉള്ളിൽ അറിയാണ്ട് ഉറങ്ങിക്കിടന്ന അർജന്റീന ഫാനൊക്കെ വിഷ്ണുവിന്റെ വാക്കിലും പുറത്തു വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് വഞ്ചിയൂരിലേക്കാണല്ലേ? അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത്. വഞ്ചിയൂരിൽ നിന്ന് അജ്മൽ, തിരുവനന്തപുരത്തെ ആവേശം എങ്ങനെയാണ്? മെസ്സി ഇന്ന് എത്ര ഗോളടിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ? റെക്കോർഡുകൾ തിരുത്തുമോ? എംബാപ്പെ ഇന്ന് മറികടന്ന റെക്കോർഡിന് കൂടുതൽ ലോകകപ്പ് ഗോളുകൾ എന്ന നേട്ടത്തിലൂടെ മെസ്സി തിരിച്ചു പിടിക്കുന്നതാണ് അർജന്റീന ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ, ശ്രീനിധി, ഈ പറയുന്ന 2026 US വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് അർജന്റീന അൾജീരിയക്കെതിരെ ഇറങ്ങുമ്പോൾ മത്സരം നടക്കുന്നത് അങ്ങ് അമേരിക്കയിലെ കാൻസാസ് സിറ്റിയിലാണെങ്കിലും ഒരാഹ്ലാദാരവങ്ങൾക്കും ആഘോഷങ്ങൾക്കും നമ്മുടെ കേരളത്തിൽ ഒരു കുറവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് പലയിടങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം വഞ്ചിയൂരിലാണ്. ഇവിടെ ഒരു വലിയ സ്ക്രീൻ ഒരുക്കി അർജന്റീനൻ ആരാധകരും അതോടൊപ്പം തന്നെ മറ്റ് ഫുട്ബോൾ പ്രേമികളുമൊക്കെ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ 200ാമത്തെ മത്സരത്തിലെ മെസ്സിയുടെ നൃത്തം കാണാൻ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയണം ഇവർ അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് ഇവിടുത്തെ ആരാധകരെ ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് എങ്ങനെയാ അർജന്റീന മത്സരത്തെ എങ്ങനെ നോക്കുകയാണ്? ഇത് ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പേടിയുണ്ട്. എന്നാലും മെസ്സിയൊക്കെ ഉള്ളതുകൊണ്ട് ജയിക്കുന്നൊരിതുണ്ട്. അല്ല, നിങ്ങളെ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് യാതൊരുവിധ സമ്മർദ്ദങ്ങളും ഇല്ലാതെ കളി കാണുന്നത്. അതിലെങ്ങനെയാ? അത് ഇന്നിപ്പോൾ എന്തെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടോ? കാരണം നിങ്ങൾ ഇപ്പോൾ ലോകകപ്പ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന ടീമാണ് യഥാർത്ഥത്തിൽ ഇത്തവണ അർജന്റീന. എന്തായാലും ഒരിക്കൽ ജയിച്ചു എന്നുള്ളൊരിത് ഉള്ളതാണ്. എന്നാലും ഒരിക്കൽ കൂടെ അടിച്ചാൽ നല്ലതായിട്ടുണ്ട്. എന്നാൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് കളി ഒന്നുകൂടെ ജയിച്ച് അതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലോണം ആഗ്രഹിക്കുന്നു. അപ്പം അതിൻ്റെതായ ഒരു വെയിറ്റ് ഉണ്ട്. ഈ വേൾഡ് കപ്പ് കഴിയുമ്പോഴേ മെസ്സി വിരമിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു അംഗത്തിനും കൂടെ ഉള്ള ബാല്യം അദ്ദേഹത്തിനുണ്ട് എന്ന് കരുതുന്നു. ഒന്നുകൂടെ കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പറ്റും. 42 വയസ്സേ ആവുള്ളൂ. എന്നാലും അതൊക്കെ അവരുടെ ഇഷ്ടം. റിട്ടയർ ആവുന്നെങ്കിൽ ആവാം. എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ് ഇവിടെ വലിയ സ്ക്രീനൊക്കെ ഒരുക്കി ആരാധകർ ഇങ്ങനെ അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ 2022 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഈ അർജന്റീനയ്ക്ക് വേണ്ടി കാത്തുവെച്ചതുപോലെ ഒരു കിരീടം ഇത്തവണ അമേരിക്കയിലും ഈ മക്കാലിസ്റ്ററും ഒറ്റമെൻഡിയും അതോടൊപ്പം തന്നെ ഡീപ്പോളും സാക്ഷാൽ ലയണൽ മെസ്സിയും ഒക്കെ ഇറങ്ങുമ്പോൾ ഈ പറയുന്ന അമേരിക്കയിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ രാവിലെ തന്നെ ഇവരിവിടെ ഒഴുകി എത്താൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുള്ള ആരാധകർ ഇവിടെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി. അല്പസമയത്തിനുള്ളിൽ മത്സരം തുടങ്ങും. ഏതായാലും ആവേശത്തോടെ അവർക്കൊപ്പം നമുക്കും അർജന്റീന മത്സരത്തിനായി കാത്തിരിക്കാം. ഗോകുൽ, ശ്രീനിധി. ശരി അജ്മൽ, ഏതായാലും കാത്തിരിപ്പിലാണ്. മെസ്സി ഇറങ്ങുന്നതാണ് ഏറ്റവും വലിയ ആവേശം. ഞാനൊരു ബ്രസീൽ ഫാനാണെങ്കിൽ പോലും മെസ്സിയുടെ കളി കാണാൻ എല്ലാവർക്കും ലോകത്ത് ആഗ്രഹമുള്ളത് പോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ്. മെസ്സി ഇപ്പോൾ അവർ ആരാധകൻ പറഞ്ഞത് ഒരു തവണ കൂടി കളിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണെങ്കിൽ പോലും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സി അടുത്തൊരു ലോകകപ്പ് കൂടി കളിക്കണമോ ഇല്ലയോ എന്ന്. എന്തായാലും
കഴിഞ്ഞ തവണ നേടിയ കപ്പ് ഒരു തുടർ കപ്പ് ഇത്തവണ ഉണ്ടാകുമോ? തുടർ ഭരണം പോലെ ഒരു തുടർ കപ്പ് അർജന്റീന നിലനിർത്തുമോ എന്നതാണ് ആകാംക്ഷ. ഒപ്പം ഇന്ന് എംബാപ്പെ മറികടന്ന ആ ലോകകപ്പ് ഗോളുകളുടെ എണ്ണം, ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളുകൾ എന്ന റെക്കോർഡ് മെസ്സി ഇന്നത്തെ കളിയിലൂടെ കൂടുതലടിച്ച് മറികടക്കുമോ, അത് തന്റെ പേരിൽ തന്നെ നിലനിർത്തുമോ എന്നൊക്കെ ആകാംക്ഷയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.